ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പൊ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്നത്തെ അപ്ഡേറ്റിൽ മെയിൻ ആയിട്ട് ഹമദ് ഹോസ്പിറ്റലിന്റെ വേക്കൻസി ഉണ്ട് കേട്ടോ. ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ അവര് HR അഫയേഴ്സ് റിസർച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് 2/12/2025 കേട്ടോ. HR അഫെയർ റിസർച്ചർ, എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചിലർ ഡിഗ്രിയാണ്. ബാച്ചിലർ ഡിഗ്രി ഇൻ ബിസിനസ്സിലോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ടെക്നോളജിയിലോ എഞ്ചിനീയറിംഗിലോ ഒക്കെയുള്ള ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ 8 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഫോർമേഷൻ ടെക്നോളജി ഡാറ്റ മാനേജ്മെന്റിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ 4 വർഷം ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലുള്ള ഡാറ്റ മാനേജ്മെന്റിൽ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ കുറച്ച് സ്കിൽസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ സൈറ്റിൽ കയറി എല്ലാവരും വായിച്ചു നോക്കുക കേട്ടോ. ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റിലാണ്. ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ HR അഫെയർ റിസർച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് കേട്ടോ. അപ്പോൾ IT ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാര്, ഡാറ്റ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ അടുത്തത് സിദ്ര ഹോസ്പിറ്റലിന്റെ ആണ്. സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ അവര് പേഷ്യന്റ് കെയർ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് അപ്ഡേറ്റ് ചെയ്തത് കേട്ടോ. പേഷ്യന്റ് കെയർ മാനേജർ, അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചിലർ ഡിഗ്രിയാണ്. സോഷ്യൽ സ്റ്റഡീസിലുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ BSW MSW ഒക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ജോലി അന്വേഷിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് കേട്ടോ. 4 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ മാനേജ്മെന്റ് എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്ന് അവർ പറയുന്നുണ്ട് കേട്ടോ. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പിന്നെ നല്ല മാനേജ്മെന്റ് എക്സ്പീരിയൻസ് ഒക്കെ വേണമെന്ന് അതിൻ്റെ അകത്ത് അവർ പറയുന്നത്. കുറേ സ്കിൽസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവർ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റിൽ കയറിയിട്ട് വായിച്ചു നോക്കുക കേട്ടോ. പേഷ്യന്റ് കെയർ മാനേജറും അപ്പോൾ പേഷ്യൻസിൻ്റെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാനൊക്കെയുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഈ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സും പിന്നെ എക്സ്പീരിയൻസും ഒക്കെ മീറ്റ് ചെയ്ത ആൾക്കാർ സിദ്ര ഹോസ്പിറ്റലിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. പേഷ്യന്റ് കെയർ മാനേജറും. അതുപോലെ തന്നെ അക്കൗണ്ടന്റിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഖത്തറിൽ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളവർക്കാണ് കേട്ടോ. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോന്ന് വേണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് വേണ്ടവർ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ HR അഡ്മിനിസ്ട്രേറ്ററിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ട്. ബിഹൈൻഡ് ഖത്തർ നാഷണൽ മ്യൂസിയം എന്നാണ് ലൊക്കേഷൻ അവർ പറഞ്ഞിരിക്കുന്നത്. അതിന് സാലറി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവരതിനകത്ത്. അതുപോലെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ്. വാട്സപ്പ് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡെഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട് 15/12/2025 മുമ്പ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നല്ല കമ്പ്യൂട്ടർ നോളജ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. HR അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ HR അഡ്മിനിസ്ട്രേറ്ററിന്റെ ജോബ് നോക്കുന്നവര് ഈ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആരൊക്കെയോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും വേക്കൻസി കാണാറുണ്ടോന്ന്. ഇന്ന് ഞാനൊരു വേക്കൻസി നോട്ട് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചറൽ എഞ്ചിനീയർ കഴിഞ്ഞവർക്ക് ഗൾഫ് ഓവർസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ആരെങ്കിലും ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഞാൻ അതിന്റെ ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതിന്റെ അവർ ചോദിച്ചിരിക്കുന്നത് 5 വർഷം മുതൽ 8 വർഷം വരെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നോളജും ഗ്രീൻ ഹൗസ് സ്കില്ല്, എബിലിറ്റി ടു മാനേജ് ക്രോപ്പ് പ്രൊഡക്ഷൻ, ഫീൽഡ് ടീം, അങ്ങനെ കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ അവർ അതിനകത്ത് പറയുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അറബിക്കിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഈ റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്താൽ നിങ്ങളെ പ്രിഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ജോബ് നോക്കുന്നവർ കമന്റ് ചെയ്യുക, ഇൻഫർമേഷൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പം പിന്നെ ഡ്രൈവേഴ്സിന്റെ വേക്കൻസി ഉണ്ടോന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ മെയിനായിട്ട് കാണാറില്ല. ഇന്ന് ഞാനൊരു ഡ്രൈവറിന്റെ വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ പ്ലസ് അതിന്റെ റെപ്രസെന്റേറ്റീവ്, ഡ്രൈവർ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്, അതാണ് അതിന്റെ പോസ്റ്റിൽ അവർ ഇട്ടിരിക്കുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസിൽ. പിന്നെ ഖത്തറിലുള്ളവർക്കാണ് കേട്ടോ. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ, നല്ല റോഡിലൊക്കെ നല്ല നോളജും ലൊക്കേഷനൊക്കെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്.
അപ്പോൾ അതുപോലെ തന്നെ ലബോറട്ടറി ബാച്ചിലർ ഇൻ ലബോറട്ടറി കഴിഞ്ഞവർ ആൾക്കാർക്ക് വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വിസ്റ്റാസ് ഗ്ലോബലിന്റെ ഒരു വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്താണ്, ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്യാണ്. ആരൊക്കെയോ മെസ്സേജ് അയച്ചതുകൊണ്ട് ലബോറട്ടറി ടെക്നോളജിസ്റ്റിന്റെ ഒരു വേക്കൻസി വിസ്റ്റാസ് ഗ്ലോബലാണ് ഇട്ടിരിക്കുന്നത്. അവരുടെ വാട്സപ്പ് നമ്പറും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളവർക്കാണ് കേട്ടോ. അപ്പോൾ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇൻഫർമേഷൻ വേണ്ടവർ കമന്റ് ചെയ്യുക കേട്ടോ, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്. അപ്പോൾ ജോലി അന്വേഷിക്കുന്നവരൊക്കെ ഓടിപ്പോയി അപ്ലൈ ചെയ്യുക, അല്ലാത്തവർ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.